മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 47-ാമത് ദശകത്തിൽ 6ഉം 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 6ാമത്തെ ശ്ലോകം. ത്വം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന സരോജമാശു സാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദദേ. ഭഗവാൻ ഒരലിൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് വെണ്ണയും കൊടുത്തുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു, ഉണ്ണികൃഷ്ണനെ കണ്ടു എന്നാണ്, യശോദ കണ്ടു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അത് കണ്ടപ്പോൾ അങ്ങനെ ആ ഉണ്ണികൃഷ്ണൻ വെണ്ണ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് കണ്ടതായ ആ സമയത്ത് ദേഷ്യം വന്നു. തൈരും കുടം പൊട്ടിച്ച് ആ എണ്ണയൊക്കെ എടുത്ത്, വെണ്ണ പുറത്ത് വീണതൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടപ്പോൾ ദേഷ്യം വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ത്വം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന സരോജമാശു സാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദദേ. ദേഷ്യം വന്നു. എന്നിട്ട് എന്താ ശിക്ഷ കൊടുക്കേണ്ടത്? പിടിച്ച് കെട്ടിയിടാനാ തോന്നിയത്. ഉണ്ണികൃഷ്ണനെ പിടിച്ച് കെട്ടിയിടാനായിട്ട് തോന്നി. ത്വം പ്രഗൃഹ്യ, അങ്ങയെ പിടിച്ചിട്ട്, അതായത് അവിടുന്ന് പിടിച്ചു വലിച്ചു. അങ്ങയെ പിടിച്ചിട്ട് ബത ഭീതിഭാവനാഭാസുരാനന സരോജം. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ പിടിച്ച സമയത്ത്, ഉണ്ണികൃഷ്ണനെ ചെന്ന് പിടിച്ച സമയത്തായ ഉണ്ണികൃഷ്ണൻ്റെ ഭാവമാണ് പറയണത്. ഭീതിഭാവനാഭാസുരാനന സരോജം. ഭീതി, ഭയം. ഭയം സ്വതേ പേടിയില്ല ഉണ്ണികൃഷ്ണന്, യാതൊരു പേടിയില്ല. യശോദ വന്ന് കെട്ടുകയാണെങ്കിൽ കെട്ടട്ടെ, എന്തായാലും യാതൊരു വിരോധവും ഇല്ല എന്നുള്ള മട്ടാണ്. എന്നാൽ പേടി അഭിനയിക്കുന്നുമുണ്ട്. യശോദ കെട്ടാൻ വരുമ്പോൾ പേടിച്ചില്ലെങ്കിൽ, പേടി അഭിനയിച്ചില്ല എന്നുണ്ടെങ്കിൽ യശോദ എന്താ വിചാരിക്കുക? അപ്പോൾ പേടി അഭിനയിച്ചു കൊണ്ടാണ്. ഭീതി ഭാവന, ഭയം അഭിനയിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള പേടി അഭിനയിക്കുമ്പോൾ മുഖത്തിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യം ഭീതി ഭാവന ഭാസുരാനന സരോജം. ഭാസുരമായിട്ടുള്ള, കൂടുതൽ തിളങ്ങുന്നതായിട്ടുള്ള, അല്ലെ, ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ, പേടി വന്നിട്ടുണ്ടെങ്കിലൊക്കെ മുഖത്തൊരു പ്രകാശം കൂടും. അപ്പം അങ്ങനെ ആ ഒന്നും കൂടി ചുമക്കും. അപ്പം അങ്ങനെ ആ പേടിച്ച് ഭാസുരമായിട്ടുള്ള, കൂടുതൽ പ്രകാശിക്കുന്ന മുഖസരോജത്തോടുകൂടി, മുഖമാകുന്ന താമരയോടുകൂടി, താമര പോലെയുള്ളതായിട്ടുള്ള ആ മുഖം ഒന്നും കൂടിയും ചുവന്ന് പ്രകാശിച്ചു എന്നാണ് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ, അങ്ങനെ അപ്രകാരമുള്ള മുഖത്തോടു കൂടിയ ഭീതി ഭാവന ഭാസുരമായ ആനന സരോജത്തോടു കൂടിയ, ആനനമാകുന്ന മുഖമാകുന്ന താമരയോടുകൂടിയ അങ്ങയെ ആശു വേഗത്തിൽ സാ പ്രഗൃഹ്യ പിടിച്ചിട്ട് രോഷരൂഷിതമുഖി, രോഷം കൊണ്ട് കലങ്ങിയ മുഖത്തോടു കൂടിയതായിട്ട്, ചാകപ്പാടെ കൂടി ദേഷ്യം വന്ന് ആ മുഖത്തിൻ്റെ ഒരു ഭംഗി പോയി എന്നുള്ള ഇതാണ് പറയണത് അവിടെ. രോഷരൂഷിതമുഖി, മുഖത്ത് ദേഷ്യം തെളിച്ച് കാണുന്നതായിട്ടുള്ള ആ മുഖത്തോടു കൂടി, രോഷഭാവം തെളിഞ്ഞു കാണുന്നതായിട്ടുള്ള ആ മുഖത്തോടു കൂടി, രോഷരൂഷിതമുഖി സഖീപുരഹ, സഖികളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട്, മറ്റ് ഉപസ്ത്രീകളൊക്കെ ഉണ്ട്, പലരും ഉണ്ട് അവിടെ, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് സഖീപുരോ ബന്ധനായ രശനാം ഉപാദതേ. ബന്ധനായ, അങ്ങയെ പിടിച്ച് കെട്ടാനായിട്ട്, ബന്ധിക്കാൻ വേണ്ടിയിട്ട്, അങ്ങയെ ബന്ധിക്കുന്നതിന് വേണ്ടി, ബന്ധനം ചെയ്യുന്നതിന് വേണ്ടി രശനാം ഉപാദതേ, രശനയെ കയ്യിലെടുത്തു. രശന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറ് എന്നുള്ള അർത്ഥമുണ്ട്, ചരട് എന്നുള്ള അർത്ഥമുണ്ട്, അരഞ്ഞാണ് എന്നുള്ള അർത്ഥമുണ്ട്, അരഞ്ഞാണിൻ്റെ ചരട് എന്നുള്ള അർത്ഥമുണ്ട്. എന്തായാലും ചരട് എന്നുള്ള അർത്ഥം എടുക്കാൻ ഇവിടെ. ആ ചരട് കയ്യിലെടുത്തു. കയറ് നിൽക്കേണ്ട, എന്താ വെച്ചാൽ കയറായി അത്തിരി കൂടിയും മയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ മയം ഇല്ലാത്തതാവുകൊണ്ട് യശോദയ്ക്ക് തീ കെട്ടാനായിട്ട് കയറെടുക്കാൻ ധൈര്യം വരില്ല. അപ്പം ചരട് എന്നുള്ള അർത്ഥം എടുത്താൽ മതി, ചരട് എന്നുള്ളത് എടുത്താൽ മതി. രോഷരൂഷിതമുഖി സഖീപുരോഹ, സഖീപുരഹ, സഖികളുടെ മുമ്പിൽ വച്ച് ബന്ധനായ, ബന്ധിക്കുന്നതിനു വേണ്ടി രശനാം ഉപാദതേ, ചരട് കയ്യിലെടുത്തു എന്നാണ്.
ത്വാം പ്രഗൃഹ്യ അങ്ങയെ പ്രഗൃഹ്യ പിടിച്ചിട്ട് ഭാവനാഭാസുരാനന സരോജം ത്വാം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ എങ്ങനെ ഭീതിയുടെ അഭിനയം കൊണ്ട് ഭീതിയുടെ അഭിനയം കൊണ്ട് ഭാസുരമായ പ്രകാശിക്കുന്ന മുഖസരോജത്തോടു കൂടിയ അങ്ങയെ ചെന്ന് പിടിച്ചിട്ട് പ്രഗൃഹ്യ ആശു വേഗത്തിൽ സാ അവൾ യശോദ രോഷരൂഷിതമുഖി രോഷം കൊണ്ട് കോപം കൊണ്ട് രൂഷിതമായ കലങ്ങിയ മുഖത്തോടുകൂടി രോഷരൂഷിതമുഖി സഖീപുര സഖികളുടെ മുൻപിൽ വെച്ച് ബന്ധനായ രശനാം ഉപാദതെ ബന്ധിക്കുന്നതിനു വേണ്ടി രശനാം ഉപാദതെ ചരട് കയ്യിലെടുത്തു. അടുത്ത ശ്ലോകം. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാഗുണൻ ബഹൂൻ ദ്വ്യങ്കുലോനമഖിലം കിലൈക്ഷത. ഈ കെട്ടാനിറങ്ങി. അപ്പോൾ ഭഗവാന്റെ ആ ഭഗവാനെ കെട്ടാനായിട്ട് ശ്രമിച്ചാൽ അത് പറ്റുമോ എന്ന് കവി ശങ്കിക്കുകയാണ്. എന്താണ്? ബന്ധും ഇച്ഛതി യമേവ യം ഏവ ആരെയാണോ യാതൊരുവനെയാണോ സജ്ജനഃ യം ഏവ ബന്ധുമിച്ഛതി ആരെയാണോ തങ്ങൾക്ക് ബന്ധുവായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഭഗവാൻ ബന്ധുവായിട്ട് തീരണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പം അങ്ങനെ ആരെയാണോ സജ്ജനങ്ങൾ ബന്ധുവായിട്ട് ആഗ്രഹിക്കുന്നത്, തങ്ങൾക്ക് ബന്ധുവായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത്, തം ഏവ ആ ഭഗവാനെ തന്നെ ബന്ധും ഇച്ഛതി. അവിടെ ബന്ധും എന്നുള്ളതിന് ബന്ധിക്കാനായിട്ട് എന്നുള്ള അർത്ഥം. ബന്ധിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട്, ഇച്ഛതി ആഗ്രഹിച്ചുകൊണ്ട്, സാ അവൾ നിയുജ്യ രശനാഗുണാൻ ബഹൂൻ രശനാഗുണാൻ നിയുജ്യ വളരെ ചരടുകൾ ഒന്നും തികയുന്നില്ല എന്ന് കണ്ടപ്പോൾ വേറൊന്നെടുത്തു ഇങ്ങനെ എത്ര ചരടെടുത്തിട്ടും രശനാഗുണാൻ ബഹൂൻ അനവധി ചരടെടുത്ത് നോക്കി, കെട്ടാനായിട്ട് നോക്കി. അപ്പോൾ രശനാഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനം അഖിലം കിലൈക്ഷതാഖിലം എല്ലതും എത്ര ചരട് കൊണ്ടുവന്നോ അതൊക്കെ ദ്വ്യങ്കുലോനം അരിക്ഷത 2 വിരൽ 2 അങ്കുലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ച് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും. 2 വിരൽ കുറവായിട്ട് തോന്നി എന്നാണ്. ദ്വ്യങ്കുലോനം അഖിലം കിലൈക്ഷത അത് മുഴുവൻ എത്ര കയറ് കൊണ്ടുവന്നോ, എത്ര ചരട് കൊണ്ടുവന്നോ അതൊക്കെ 2 അങ്കുലം കുറവായിട്ട് തോന്നി. നീളം തികഞ്ഞില്ല. എത്ര ചരട് കൊണ്ടുവന്നിട്ടും അതുകൊണ്ടൊന്നും നീളം തികഞ്ഞില്ല. പിന്നെ കെട്ടാനായിട്ട് നീളം മതിയായില്ല എന്ന് പറയുകയാണ്. അവിടെ ആ ബന്ധും എന്നുള്ളതായിട്ടുള്ള പദത്തിന് 2 അർത്ഥത്തിലുള്ളതായിട്ടുള്ള പ്രയോഗമാണുള്ളത്. ഒന്ന് ബന്ധും ഇച്ഛതി ആരെയാണോ ബന്ധുവായിട്ട് ആഗ്രഹിക്കുന്നത്, സജ്ജനങ്ങൾ യം ഏവ ബന്ധുമിച്ഛതി യാതൊരുവനെ തന്നെയാണോ, വേറെ ആരെയല്ല. സജ്ജനങ്ങൾ തനിക്ക് ബന്ധുവായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. ആ യം ഏവ യാതൊരുവനെ തന്നെ സജ്ജനങ്ങൾ ബന്ധുവായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ അങ്ങയെ, അപ്രകാരമുള്ള അങ്ങയെ ഉണ്ണികൃഷ്ണനെ ബന്ധും ഇച്ഛതി. അവിടെ ബന്ധും എന്നുള്ളതിനെ ബന്ധിക്കുവാൻ, കെട്ടുവാൻ ആഗ്രഹിക്കുന്നവളായിട്ട്. അപ്പോൾ ബന്ധും എന്നുള്ളത് 2 അർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന് ഒരു അലങ്കാരം പറയും, ശ്ലേഷം എന്നൊക്കെ പേര് പറയും. അങ്ങനെ യം തം ഭവന്തം അയി ബന്ധുമിച്ഛതി അപ്രകാരമുള്ളതായിട്ടുള്ള ഭഗവാനെ ബന്ധുവായി ആഗ്രഹിച്ചുകൊണ്ട് സാ ആ യശോദ നിയുജ്യ രശനാഗുണാൻ ബഹൂൻ രശനാഗുണാൻ നിയുജ്യ അനവധി ചരടുകൾ പ്രയോഗിച്ചിട്ടും നിയോഗിച്ചിട്ട് ചരടുകളും കെട്ടി നോക്കാനായിട്ട് അതിനെയൊക്കെ നിയോഗിച്ചു പല ചരടുകളും കൊണ്ടുവന്ന് നോക്കി. എല്ലാം തന്നെ രശനാഗുണാൻ ബഹൂൻ നിയുജ്യ അനവധി ചരടുകൾ കൊണ്ടുവന്നിട്ടും ദ്വ്യങ്കുലോനം അഖിലം കിലൈക്ഷത അഖിലം എല്ലാം കൊണ്ടുവന്ന ചരട് മുഴുവനെ ദ്വ്യങ്കുലോനം ഐക്ഷത 2 ഇഞ്ച് കുറവായിട്ട് കണ്ടു എന്നാണ്. അടുത്ത ശ്ലോകം. വിസ്മിത സഖീജനേക്ഷിതം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതം നിത്യമുക്തവപുരഭ്യഹോ ഹരേ ബന്ധമേവ കൃപയന്വമന്യഥാ.
വേറെ ഗോപസ്ത്രീകളൊക്കെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഈ യശോദ കൃഷ്ണനെ കെട്ടാനായിട്ട് നോക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ എത്ര കയറ് കൊണ്ടുവന്നിട്ടും ഒക്കെ കുറഞ്ഞു എത്തണില്ല, എത്ര കയറ് കൊണ്ടുവന്നിട്ടും ഒന്നും എത്താണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിസ്മയത്തോടു കൂടി ഉത്സ്മിത സഖീജനേക്ഷിതം, വിസ്മയം കൊണ്ടും പിന്നെ കുറച്ചൊന്ന് പരിഹാസം ഉണ്ടാവുമായിരിക്കും. ഓ, ഈ കെട്ടാൻ പറ്റിയിട്ട് അമ്മയ്ക്ക് ഇതൊന്നും പറ്റണില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു വീഴ്ച കണ്ടാൽ ഒന്ന് പൊട്ടിച്ചിരിക്കാനാ തോന്നുക ആദ്യം, അല്ലേ? വീഴുമ്പോൾ ആദ്യം ഒന്ന് ചിരിക്കാണ്ടിരിക്കില്ല. അപ്പോൾ അതുമാതിരി യശോദയുടെ ഈ ശ്രമം വിഫലമായിട്ട് കാണുമ്പോൾ അത്ഭുതമുണ്ട് ഗോപസ്ത്രീകൾക്ക്. ഒന്ന് ചിരിക്കാനും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. വിസ്മയം കൊണ്ട് സ്മിതത്തോടു കൂടിയ ഉയരുന്ന പുഞ്ചിരിയോടുകൂടി അവരൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. യശോദ ഇങ്ങനെ കെട്ടാൻ പറ്റാതെ കണ്ട് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഉത്സ്മിത സഖീജനേക്ഷിതം, സഖീജനങ്ങൾ യശോദയുടെ സഖികളായിട്ടുള്ള ആ ഗോപസ്ത്രീകളാൽ ഈക്ഷിതാം, അവരൊക്കെ നോക്കണ കണ്ടപ്പോൾ കൃഷ്ണന് കുറച്ചൊരു വിഷമം. അമ്മയ്ക്കിങ്ങനെ പറ്റണില്ലല്ലോ, അമ്മയെ പരിഹസിച്ചും കൊണ്ട് തരത്തിലാണല്ലോ ഇവരൊക്കെ ചിരിക്കണത്. അപ്പം അത് പെയ്യാനുമുണ്ട്. ഉത്സ്മിത സഖീജനീക്ഷിതം, വിസ്മയത്തോടുകൂടി ഉത്സ്മിതരായിട്ട് ചെറിയ പുഞ്ചിരിയോടുകൂടി നോക്കുന്നതായിട്ടുള്ള ആ സഖീജനങ്ങളൊക്കെ നോക്കുന്നതായിട്ട് കണ്ടിട്ട്, അതുമാത്രമല്ല സന്നവപുഷം നിരീക്ഷ്യതാം താം, ആ അമ്മയെ സന്നവപുഷം നിരീക്ഷ്യ, ചിഹ്നം വേർത്തിട്ടത്, അതായത് മാറി മാറി ചരട് കൊണ്ടുവന്നിട്ട് ഒന്നും പറ്റണില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേർക്കാൻ തുടങ്ങി. സന്നവപുഷം ക്ഷീണിച്ചു അങ്ങോട്ട്, ആ സുന്നമായിട്ട് വിയർത്തൊലിച്ച് ക്ഷീണിച്ചതായ ശരീരത്തോടു കൂടി വപുസോടു കൂടിയതായിട്ട് അമ്മയെ കണ്ടിട്ട് സുന്നമായിട്ട് വേർത്ത് കുളിച്ച് ക്ഷീണിച്ചതായിട്ടുള്ള ആ ശരീരത്തോടു കൂടി അമ്മയെ കണ്ടിട്ട് നിത്യമുക്തവപുരവി അഹോ ഹരേ അല്ലയോ ഹരേ നിത്യമുക്തവപു അഭി, അങ്ങ് എന്നും മുക്തനാണ്, നിത്യമുക്തനാണ്. മുക്തനായിട്ട് എന്നും മുക്തനായിട്ട് ഒരാളേ ഉള്ളൂ, ഭഗവാൻ തന്നെ. ആ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചാലേ ബാക്കിയുള്ളവരൊക്കെ മുക്തിയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ബദ്ധരാണ്. നിത്യമുക്തനാണ് ഭഗവാൻ എന്നുള്ളത്. ആ ഭഗവാനെയും കെട്ടാനാണ് തുടങ്ങിയത്. ആ ബന്ധനം എന്നുള്ളത് ബാക്കി എല്ലാവർക്കും ഉണ്ട്, ഭഗവാന് ബന്ധനമില്ല. അപ്പം ഭഗവാൻ ആ ബന്ധനത്തിൽ നിന്ന് എന്നും മുക്തനായിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ബന്ധിക്കാനായിട്ട് നമ്മളൊക്കെ ബന്ധനത്തിൽ പെട്ടിട്ട് കിടക്കുന്നവരാണ്, പക്ഷെ ഭഗവാൻ ആ ബന്ധനമില്ല. അങ്ങനെ നിത്യമുക്തനായിട്ടുള്ള ഭഗവാനെ ബന്ധിക്കാനായിട്ട്, ഭഗവാന് ബന്ധനം കൊടുക്കാനായിട്ട് യശോദ തുര്യയാണ്. അപ്പോൾ ഭഗവാൻ നിത്യമുക്തനാണ് എങ്കിലും ബന്ധമേവ കൃപയാ അന്വമന്യഥാ എന്ന് പദം മുഖ്യ. കൃപയാ കാരുണ്യം കൊണ്ട്, അമ്മയോട് കുറേ കാരുണ്യം തോന്നി. ഈ സഖീജനങ്ങളൊക്കെ അവിടെ പരിഹസിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ മന്ദഹസിക്കുന്നുണ്ട്, ഉറക്കെ ചുരുക്കണില്ല. എന്നാലും അവരൊക്കെ കണ്ടു നോക്കി നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ വെച്ച അമ്മയ്ക്ക് ഈ തോൽവി വരാൻ പാടില്ല എന്ന് കരുതിയിട്ട് അങ്ങ് സ്വയം മുക്തനാണ് എങ്കിലും, നിത്യമുക്തനാണ് എങ്കിലും അമ്മ ബന്ധിച്ചോട്ടെ എന്ന് തീർച്ചയാക്കി. ബന്ധനം തന്നെ കൃപയാ അന്വമന്യഥാ, കൃപയുണ്ട്, കാരുണ്യം കൊണ്ട്, അമ്മയോടുള്ളതായിട്ടുള്ള ആ ദയ കൊണ്ട് ആ ബന്ധനം അംഗീകരിച്ചു. പിന്നെ ഒടുക്കം കയറും നീളായിക്കോട്ടെ എന്ന് തീർച്ചയാക്കി, മതിയായിക്കോട്ടെ, ഈ 2 അങ്കുലം കുറവ് എന്നുള്ള അവസ്ഥ ഇല്ലാണ്ടാക്കി എന്നാണ്. നിത്യമുക്തവപു അഭി അഹോ ഹരേ, അങ്ങ് അഹോ ആശ്ചര്യം തന്നെ, അങ്ങ് നിത്യവും മുക്തനായിട്ടും ബന്ധനം അംഗീകരിച്ചു എന്നാണ്. ഇവിടെ അമ്മയുടെ ചരട് കൊണ്ടുള്ളതായിട്ടുള്ള ബന്ധനത്തെ അങ്ങ് അംഗീകരിച്ചു, അനുവദിച്ചു. അത് അപ്പം അവിടെ ആ നിത്യമുക്തവപു എന്നുള്ളതും ബന്ധനമില്ലാത്ത ആളാണ്, നിത്യമുക്തനാണ്, ബന്ധനത്തിൽ നിന്നും മുക്തനാണ് എങ്കിലും അങ്ങ് ബന്ധനത്തെ അംഗീകരിച്ചു എന്നുള്ളത് അവിടെ. ഒന്നും കൂടി ശ്ലോകം ചെല്ലാം.
ത്വം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന സരോജമാശു സാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദദേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അംബുജാനനമതിൽ ഭവൻ ഭയം കാട്ടി അമ്മയഥ കൈപിടിച്ചുടൻ കോപമാർന്ന മുഖമോടെ ആളിമാർ കാൺകെ പാശവുമെടുത്തു കെട്ടുവാൻ. ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണൻ ബഹൂൻ ദ്വ്യംഗുലോനമഖിലം കിലൈക്ഷത. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ബന്ധുവായവനെ കൺമു സജ്ജനം ബന്ധനത്തിനവനെ യശോദയും കൊണ്ടുവന്നു കയറേറെയെങ്കിലും രണ്ടു ചാണതു കുറഞ്ഞിതദ്ഭുതം. വിസ്മിതസഖീജനീക്ഷിതം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കണ്ടിതദ്ഭുതമിയെന്നു തോഴികൾ കണ്ടു അമ്മയെ വിയർത്തു ദീനയായി ബന്ധമെന്നതു വരാത്ത നീയഹോ ബന്ധനത്തിനു മുതാ വഴങ്ങിനാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.